ഒരിക്കലൊരു പട്ടണത്തിൽ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. നിരവധിക്കാലത്ത് ഒരു ദിവസം അവൻ മുത്തച്ഛനെ കാണാൻ മുത്തച്ഛൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. അവനെപ്പോഴും മുത്തച്ഛനോടൊപ്പം കളിക്കുമായിരുന്നു. ഒരിക്കലൊരു ദിവസം അവൻ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, ഞാൻ വളർന്നു വരുമ്പോൾ എനിക്കൊരു വിജയിയായ മനുഷ്യനാകണം. ജയിക്കാനുള്ള ചില വഴികൾ എന്നോട് പറഞ്ഞു തരാമോ? മുത്തച്ഛൻ പുഞ്ചിരിയോടെ യെസ് എന്ന് തലയാട്ടി. അങ്ങനെ ഒരു ദിവസം മുത്തച്ഛൻ അവനെയും കൂട്ടി ചന്തയിലേക്ക് പോയി. ചന്തയിൽ നിന്ന് 2 ചെടിച്ചട്ടികൾ അവർ വാങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. മുത്തച്ഛൻ 2 ചെടിച്ചട്ടിയിലും ചെടികൾ നട്ടു. ഒരു ചെടിച്ചട്ടി വീട്ടിനകത്തും സൂക്ഷിച്ചു, മറ്റേ ചെടിച്ചട്ടി വീട്ടിന് പുറത്തും സൂക്ഷിച്ചു. ഈ 2 ചെടിച്ചട്ടികളിൽ നിന്നും ഏതായിരിക്കും ഭാവിയിൽ നന്നായി വളരുക? മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു. കുട്ടി കുറച്ചു സമയം ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു, വീടിനുള്ളിലെ ചെടി നന്നായി വളരും. വീടിനുള്ളിലെ ചെടി എല്ലാ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമായതിനാൽ വീടിനുള്ളിലെ ചെടി നന്നായി വളരാൻ സാധ്യതയുണ്ട്. പുറത്തുള്ള ചെടി എല്ലാ കാര്യങ്ങൾ കൊണ്ടും അപകടത്തിലാണ്. ശക്തമായ സൂര്യപ്രകാശം, കൊടുങ്കാറ്റ്, മഴ, മൃഗങ്ങളുടെ ശല്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും. അച്ഛൻ അവന്റെ ബുദ്ധിപൂർവ്വമുള്ള മറുപടി കേട്ട് പുഞ്ചിരിച്ചു. അങ്ങനെ അവൻ അവന്റെ വേനലവധി കഴിഞ്ഞ് പട്ടണത്തിലേക്ക് തിരിച്ചുപോയി. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം അവൻ മുത്തച്ഛനെ കാണാൻ വേണ്ടി വീണ്ടും വന്നു. അങ്ങനെ അവൻ മുത്തച്ഛനോട് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു, ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം? ഇതിനുള്ള മറുപടി ഇത്തവണയെങ്കിലും മുത്തച്ഛൻ എനിക്ക് പറഞ്ഞു തരണം. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും പറഞ്ഞു തരാം. എന്നാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് നട്ടുണ്ടാക്കിയ ചെടി നോക്കാം. വീടിനകത്ത് വെച്ച ചെടി ചെറുതായി വളർന്നിട്ടുണ്ട്, എന്നാലും വലിയ മാറ്റങ്ങളൊന്നും അവൻ കണ്ടില്ല. പക്ഷെ മുത്തച്ഛൻ അവനെ പുറത്തു നട്ട ചെടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ ഒരു ചെറിയ ചെടിയിൽ നിന്ന് വലിയൊരു മരമായി വളർന്നതായി അവന് കാണാൻ സാധിച്ചു. ആ ചെടിയിൽ വഴിയാത്രക്കാർക്ക് തണലാകുന്ന വലിയ ശാഖകൾ അതിലുണ്ട്. ചെടിയാണ് കൂടുതൽ വിജയകരമെന്ന് മുത്തച്ഛൻ അവനോട് ചോദിച്ചു. കുട്ടി മറുപടി പറഞ്ഞു, ഞങ്ങൾ പുറത്തു നട്ട ചെടി തന്നെ. പക്ഷേ മുത്തച്ഛ, ഇത് എങ്ങനെ സാധ്യമാകും? മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, പുറത്തുള്ള ചെടിക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പ്രത്യേക ചെടിക്ക് അതിന്റെ വേരുകൾ എത്ര വേണമെങ്കിലും പരത്താൻ സ്വതന്ത്രമുണ്ടായിരുന്നു. കൊടിയ കൊടുങ്കാറ്റും കനത്ത മഴയും അതുപോലുള്ള പ്രശ്നങ്ങൾ അതിന്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കി. ഒരു ചെറിയ കൊടുങ്കാറ്റ് അതിനൊരു ദോഷവും വരുത്തുകയില്ല. നമ്മൾ വീടിനകത്ത് നട്ട ചെടി ചെറുതായിരിക്കുകയും ദുർബലമായി പോവുകയും ചെയ്തു. ശ്രദ്ധിക്കൂ, നിങ്ങൾ ജീവിതത്തിൽ പോരാടുന്നില്ലെങ്കിൽ, നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ലെന്ന് ഓർക്കുക. നിങ്ങൾ സുഖപ്രദമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്രയും വളരുവാൻ കഴിയുകയില്ല. പ്രശ്നങ്ങൾ തടസ്സങ്ങളായി കരുതരുത്, അവയെ ചുവടുകളായി കരുതുക, വിജയത്തിലേക്കുള്ള കല്ലുകൾ. കുട്ടി ആ മരത്തിലേക്ക് തന്നെ കുറച്ചു സമയം നോക്കി നിന്നു. മുത്തച്ഛന്റെ വാക്കുകൾ കുട്ടിയുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അവന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ചുവടുവയ്പ്പുകൾ ഇതൊരു നല്ല പാഠമായി അവൻ ഉൾക്കൊണ്ടു. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നേരിടാൻ അവൻ പ്രാപ്തനായി. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.